ഈ വചന ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ വിശുദ്ധിക്ക് വേണ്ടി അതിയായിട്ട് ദാഹിക്കുക. ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവർക്ക് ദൈവം ഇടുന്ന ഒരു വിലയുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് എത്രമാത്രം അവബോധമുള്ളവരായി തീരണം. എന്റെ ശരീരം കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും, ഇഷ്ടമുള്ള രീതിയിൽ പെരുമാറും, എന്റെ ശരീരം കൊണ്ട് പാപം ചെയ്യുമ്പോൾ എന്റെ അവകാശമാണ് എന്ന് പറയുമ്പോൾ അതിനെ ഓർമ്മിപ്പിക്കുകയാണ്, നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. ഈശോ മിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഈ വചന ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ വിശുദ്ധിക്ക് വേണ്ടി അതിയായിട്ട് ദാഹിക്കുക. ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവർക്ക് ദൈവം ഇടുന്ന ഒരു വിലയുണ്ട്. അവൻ ദൈവത്തിന്റെ മുമ്പിൽ അത്രമാത്രം വലിയവനായിത്തിരിക്കും. നിങ്ങളുടെ വിശുദ്ധിക്ക് വേണ്ടി നിങ്ങൾ ദാഹിച്ചാൽ മതി. ശരീരവിശുദ്ധിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, ശരീരം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ശരീരം ദൈവത്തിന്റെ ആലയമാണ്, ദൈവത്തിന്റെ ഇരിപ്പിടമാണ്, ദൈവത്തിന്റെ ഛായയിലാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്. ക്രിസ്തുവിന്റെ അവയവങ്ങളാണ്. ഈ വചനങ്ങളൊക്കെ ബൈബിളിലൂടെ വെളിപ്പെടുത്തപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് എത്രമാത്രം അവബോധമുള്ളവരായി തീരണം. എന്റെ ശരീരം കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും, ഇഷ്ടമുള്ള രീതിയിൽ പെരുമാറും, എന്റെ ശരീരം കൊണ്ട് പാപം ചെയ്യുമ്പോൾ എന്റെ അവകാശമാണ് എന്ന് പറയുമ്പോൾ അതിനെ ഓർമ്മിപ്പിക്കുകയാണ്, നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. നീ ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവന്, ദൈവത്തിന്റെ അവയവങ്ങളാണ് നീ. അതുകൊണ്ട് ആ ബോധ്യത്തോടുകൂടി വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അതാവേ, ജീവിത വിശുദ്ധി എന്ന പുണ്യം, ശരീരവിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വളരെയധികം പ്രലോഭനങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഈ കാലഘട്ടങ്ങളിൽ വിശുദ്ധിക്ക് വേണ്ടിയുള്ള ദാഹം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കർത്താവിനെ സ്തുതിക്കാം, ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. പ്രിയപ്പെട്ടവരെ, നമുക്കെപ്പോഴും സുപരിചിതമായ വചനമാണ്. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാനാവില്ല. എബ്രായലേഖനം 12:14. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, ദൈവത്തെ കാണും. ഏറ്റവും വലിയ ആരാധന റോമാലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുകയാണ്. 12-ാമത്തെ അധ്യായം 1-2 വചനം. ഈ വചനം ഒന്ന് ശ്രദ്ധിച്ച്, ആകയാൽ സഹോദരങ്ങളെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കണം. ഇതാണ് ഏറ്റവും വലിയ ആരാധന. പൗലോസ് പറയാണ്, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കണം. ഇത് ഏറ്റവും വലിയ ആരാധന. അതുകൊണ്ട് ശരീരവിശുദ്ധിയെ ഗൗരവത്തോടു കൂടി കണ്ട് വിശുദ്ധിക്ക് വില കൊടുത്ത് ജീവിച്ചാൽ ദൈവസന്നദ്ധയിൽ മഹത്വം വർഷിക്കപ്പെടും, നീ അനുഗ്രഹിക്കും പ്രാപിക്കും. അതുകൊണ്ട് ശരീരവിശുദ്ധിക്ക് വേണ്ടി വില കൊടുത്ത് ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കാം. വിശുദ്ധിക്കെതിരായിട്ടുള്ള പാപത്തെ വളരെ ഗൗരവത്തോടുകൂടി ബൈബിൾ കാണുന്നുണ്ട്. വിശുദ്ധിക്കെതിരായിട്ടുള്ള പാപം ഗൗരവമായിട്ടുള്ള പാപം തന്നെയാണ്. വചനം പറയുന്നത് അങ്ങനെയാണ്. കൊറിന്തോസുകാർക്ക് ഇത് 1 കൊറിന്തോസ് 6:13, ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല, ശരീരം കർത്താവിന് വേണ്ടിയുള്ളതാണ്. പൗലോസ് പറയാണ്, ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയാണ്, ശരീരം കൊണ്ട് പാപം ചെയ്യാൻ വേണ്ടി ഉള്ളതല്ല. നമ്മൾ ഒരിക്കലും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നേക്കരുത്, എന്റെ ശരീരം പാപം ചെയ്യാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. അല്ല, ശരീരം കർത്താവിന് വേണ്ടിയുള്ളതാണ്. ഈ ശരീരം, എന്റെ നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് പാപം ചെയ്യാനായിട്ടുള്ളതല്ല, ദൈവത്തിന് സമർപ്പിക്കപ്പെടാനായിട്ട് വിളിക്കപ്പെട്ടതാണ്. 1 കൊരിന്ത്യർ 6:18 പൗലോസ് ശ്ലീഹ വളരെ വ്യക്തമായിട്ട് പറയാണ്, വ്യഭിചാരത്തിൽ നിന്ന് ഓടി ഒളിക്കണം. അതായത് പാപത്തിൽ നിന്ന് ഓടി ഒളിക്കണം. സർപ്പത്തിൽ നിന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി ഒളിക്കണമെന്ന് പ്രഭാഷകന്റെ പുസ്തകം 21-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ വചനത്തിൽ പറയുമ്പോൾ അതേ വചനവുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ പൗലോസ് ശ്ലീഹ പറയുന്നത്. 1 കൊരിന്ത്യർ 6:18 വ്യഭിചാരത്തിൽ നിന്ന് നീ ഓടി ഒളിക്കണം. വ്യഭിചാരത്തിൽ നിന്ന് നീ ഓടി ഒളിച്ച്, അതായത് പാപത്തിൽ നിന്ന് ഓടി ഒളിച്ച് രക്ഷ പ്രാപിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാലഘട്ടങ്ങളിൽ അനേകരുടെ വിശുദ്ധിക്കെതിരായിട്ട് പ്രലോഭനങ്ങളുണ്ടായി വീണ്ടു പോകുന്ന ഒരു കാലഘട്ടമാണ്. വിശുദ്ധിക്കെതിരായിട്ടുള്ള പാപങ്ങൾ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. കുടുംബജീവിതത്തിന്റെ പരിശുദ്ധിയും അല്ലെങ്കിൽ അതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിൽ തന്നെ വിശുദ്ധി നഷ്ടപ്പെടുത്തി ജീവിക്കുന്ന ഒരു അന്തരീക്ഷം തന്നെ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ ഒരു കാലഘട്ടങ്ങളിൽ നിന്റെ ശരീരത്തെ ദൈവത്തിന് പ്രീതികരമായ ബലിയായിട്ട് സമർപ്പിക്കണം. നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. അതാണ് വചനം പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെന്ന് അറിയുന്നില്ലേ? പൗലോസ് ശ്ലീഹ പറയുന്നത്, ശരീരം ദൈവത്തിന്റെ ആലയം, ഒരു ദേവാലയമാണ്. ഒരു ദേവാലയത്തിന്റെ പരിശുദ്ധിയുണ്ട്, ഒരു ദേവാലയത്തിന്റെ പരിശുദ്ധിയുണ്ട്. എന്നാണ് പഴയ നിയമത്തിൽ ദേവാലയത്തെ കുറിച്ച് പറയുന്നുണ്ട്. ദേവാലയം പരിശുദ്ധമായ സ്ഥലമാണ്, അതിവിശുദ്ധമായ സ്ഥലമുണ്ട്. ഇതുപോലെ തന്നെയാണ് ശരീരമാകുന്ന ദേവാലയത്തിന്റെ ഏറ്റവും അതിവിശുദ്ധമായ സ്ഥലമാണ് ഹൃദയം എന്ന് പറയുന്നത്. അപ്പോൾ ശരീരവും വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കണം.
ദൈവം വസിക്കേണ്ട ഹൃദയം ചക്കാരി പോലെ തന്നെയാണ് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്. വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. വീണ്ടും എഫേസുകാർക്ക് ഇത് ലേഖനം 5-ാം അധ്യായം 3-ാമത്തെ തിരുവചനം, നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിന്റെയോ അശുദ്ധിയുടെയോ അത്യാഗ്രഹത്തിന്റെയോ ഒരു പേര് പോലും കലക്കാണ്ടേണ്ടി വരരുത്. വ്യഭിചാരത്തിന്റെയോ അശുദ്ധിയുടെയോ ഒരു തിന്മയുടേതായിട്ടുള്ള ഒരു പേര് പോലും, അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടാകരുതെന്ന് പൗലോസ് ശ്ലീഹ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 32-ാമത്തെ തിരുവചനം, വ്യഭിചാരം ചെയ്യുന്നവർക്ക് സുബോധമില്ല, അവർക്ക് ക്ഷതങ്ങളും മാനഹാനിയുമാണ്, അവരുടെ അപമാനം തുടച്ചു മാറ്റുന്നില്ല. എത്രമാത്രം ഈ വചനങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ വിശുദ്ധി എത്രമാത്രം ഗൗരവത്തോടുകൂടി കാത്തു സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും ജ്ഞാനത്തിന്റെ പുസ്തകം 3:16, വ്യഭിചാരികളുടെ സന്തതി പക്വത പ്രാപിക്കുകയില്ല, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. കുർദോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാമത്തെ അധ്യായത്തിലും, എഫേസുകാർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായത്തിലും, ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായത്തിലും വ്യഭിചാരി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വചനഭാഗങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ ശരീരം എത്രമാത്രം ഇങ്ങനെയൊക്കെ പറയുന്നത് വളരെ കട്ടിയായിട്ട് തന്നെ, ശരീരവിശുദ്ധിക്കെതിരായിട്ടുള്ള പാപത്തെ വളരെ ഗൗരവത്തോടുകൂടി ബൈബിള് ചിത്രീകരിക്കുമ്പോൾ, എഴുതി വെക്കുമ്പോൾ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വിശുദ്ധിക്ക് വേണ്ടിയുള്ള വലിയൊരു പരിശ്രമം തന്നെ നടക്കണം. പലപ്പോഴും തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ശരീരം ദുർബലമാണ്. ഈശോ അപ്പസ്തോലന്മാരോട് പറയുന്നുണ്ട്. ഗെത്സമൻ തോട്ടത്തില് വളരെ പ്രലോഭനങ്ങളുടെ സമയത്ത് ഈശോ പറയാണ്, ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ദുർബലമാണ്. ശരീരത്തിനൊരു പ്രത്യേകതയുണ്ട്, എപ്പോഴും പാപത്തിലേക്ക് ഒരു ചായ്വുണ്ട്. അതുകൊണ്ടാണ് റോമലേഖനത്തില് 7-ാമത്തെ അധ്യായത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, ഞാൻ ഇച്ഛിക്കാൻ ആഗ്രഹിക്കാത്താണ് ചെയ്തു പോകുന്നത്. ശരീരം കൊണ്ട് ഞാൻ പാപം ചെയ്തു പോവുകയാണ്, എന്റെ ആത്മാവ് സന്നദ്ധമാണ്, പക്ഷെ ശരീരം കൊണ്ട് പാപം ചെയ്യാണ്. നിസ്സഹായാവസ്ഥ പറയുന്നുണ്ട്. അപ്പൊ പ്രലോഭനങ്ങൾ പലപ്പോഴും ശരീരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് ശാരീരികമായിട്ട് പാപം ചെയ്യാനുള്ള വലിയ പ്രലോഭനങ്ങൾ പിശാച് പലപ്പോഴും ഒരുക്കും. ശരീരം പാപത്തിന് വേണ്ടി വിട്ടുകൊടുക്കാൻ, അല്ലെങ്കിൽ ശരീരത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്താനുള്ള പല സാഹചര്യങ്ങളും പിശാച് ഒരുക്കും. അതിനെ പിശാചിന്റെ ഒരു കെണിയായിട്ട് തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയണം. ഈ ഒരു കാലഘട്ടങ്ങളിൽ യുവതീവാക്കന്മാരും കൊച്ചുകുട്ടികളൊക്കെ വളർന്നു വരുന്ന കാലഘട്ടങ്ങളിൽ വിശുദ്ധിക്കെതിരായിട്ട് വലിയൊരു പ്രലോഭനങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. പ്രത്യേകിച്ച് മ്ലേച്ഛകരമായിട്ടുള്ള വീഡിയോസും അല്ലെങ്കിൽ സാഹചര്യങ്ങളും ഒക്കെ ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ വളരെ ശക്തമായിട്ട് പ്രചരിക്കുമ്പോൾ ഈ കാലഘട്ടങ്ങളിൽ വിശുദ്ധിക്ക് വേണ്ടിയുള്ള ദാഹം വളരെ ശക്തമായിട്ട് രൂപപ്പെടണം. നിന്റെ ഉള്ളിൽ വിശുദ്ധിക്ക് വേണ്ടിയുള്ള ദാഹം രൂപപ്പെട്ടാൽ മതി, ദൈവം അതിനുവേണ്ടി വഴിയൊരുക്കും. വിശുദ്ധിക്ക് വേണ്ടി ദാഹം രൂപപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയുടെ പ്രത്യേകത, എത്ര പാപ സാഹചര്യം ഉണ്ടായാലും രണ്ടാമത് രക്ഷപ്പെടണമെന്നുള്ള ദാഹം പറയും, രക്ഷപ്പെടാനായിട്ട് പരിശ്രമിക്കും, തിരിച്ചു വരും. മനുഷ്യന്റെ ജീവിതത്തില് ദുർബലമായിട്ടുള്ള ശരീരം പലപ്പോഴും പാപത്തിലേക്ക് നയിക്കുമെങ്കിലും ഈ ആത്മീയ ദാഹം, വിശുദ്ധിക്ക് വേണ്ടിയുള്ള ആത്മീയ ദാഹം രൂപപ്പെട്ടാൽ ഒരിക്കലും നീ പാപത്തിൽ പൂർണ്ണമായിട്ട് നശിക്കുകയില്ല. അതുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടിയുള്ള ദാഹം ശക്തമായിട്ട് രൂപപ്പെടേണ്ട ഒരു കാലഘട്ടമാണ്. നമ്മുടെ കുടുംബങ്ങളിലെ മക്കൾക്ക് വിശുദ്ധിക്ക് വേണ്ടി ഒരു ദാഹം ഉണ്ടാകട്ടെ. കുടുംബജീവൻ നയിക്കുന്നവർക്ക് വേണ്ടി വിശുദ്ധിക്ക് വേണ്ടി, വിശുദ്ധി കാത്തു സൂക്ഷിച്ചാൽ ഉറപ്പാണ് അവിടെ ദൈവസാന്നിധ്യം ഉണ്ട്. വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ശക്തമായിട്ടുണ്ട്. അതുകൊണ്ട് വിശുദ്ധിക്ക് വളരെ ഗൗരവത്തോടുകൂടി കാണണം, അതിന് കീഴടക്കണം. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, ശരീരത്തെ കർശനമായിട്ട് നിയന്ത്രിച്ച് കീഴടക്കണം. 1 കൊരിന്ത്യർ 11:29 പറയുന്നത്, മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കാൻ എന്റെ ശരീരത്തെ കർശനമായിട്ട് നിയന്ത്രിച്ച് കീഴടക്കണം. കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. ശരീരത്തിന്റെ ആഗ്രഹങ്ങളെയും ആസക്തിയൊക്കെ കൺട്രോൾ ചെയ്യണം. അതിന് പ്രിയപ്പെട്ടവരെ അത്രമാത്രം യുദ്ധം ചെയ്തെങ്കിൽ മാത്രമേ പ്രലോഭനങ്ങളെ കീഴടക്കാനായിട്ട് കഴിയും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:21 പറയുന്നുണ്ട്, സകലത്തെയും കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവിടുന്ന് നമ്മുടെ ദുർബല ശരീരത്തെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടും. അതുകൊണ്ട് ദൈവത്തിന്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധി കത്തോലിക്ക സഭയില് അനേകം വിശുദ്ധരുടെ ജീവിതത്തില് വിശുദ്ധിക്ക് വേണ്ടി ഒരു സമരം തന്നെ നടന്നിട്ടുണ്ട്. ഫ്രാൻസിസ് അസീസിയുടെ ജീവിതം തന്നെ വിശുദ്ധിക്ക് വേണ്ടിയുള്ള യുദ്ധം തന്നെ ആയിരുന്നു. സെയിന്റ് ആന്റണി, ഇവരൊക്കെ ജീവിതം പരിശോധിക്കുമ്പോൾ വിശുദ്ധിക്ക് വേണ്ടിയുള്ള വലിയൊരു യുദ്ധം തന്നെയുണ്ട്. വിശുദ്ധിക്ക് വേണ്ടിയുള്ള യുദ്ധമാണ് അവരെ ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റവും വിലപ്പെട്ടതായിട്ട് മാറിയത്. നീ ഇതിന്റെ ജീവിതത്തിൽ സ്വന്തം ആത്മശോധന ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്റെ ജീവിതത്തിൽ വിശുദ്ധിക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യുന്നുണ്ടോ? യുദ്ധം എന്ന് പറയുന്നത്, പൗലോസ് ശ്ലീഹ പറയുന്നത്, ഈ പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും എതിരായിട്ടുള്ള യുദ്ധം, പിശാചുമായിട്ടുള്ള യുദ്ധമാണ്. പിശാച് കീഴടക്കാനായിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വഴിയാണ് വിശുദ്ധിക്കെതിരായിട്ട് പാപം ചെയ്യുക. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്റെ ശരീരത്തിനെതിരായിട്ട്
പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങളിൽ വിശുദ്ധിക്ക് വേണ്ടിയുള്ള ദാഹം പ്രാർത്ഥന കൊണ്ട് പരിത്യാഗം കൊണ്ട് നീ യുദ്ധം ചെയ്യണം. അങ്ങനെയാണ് ശക്തി പ്രാപിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവരായി തീരണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ശരീരം ഒന്നാമതായിട്ട് ശ്രദ്ധിക്കുക, ശരീരം പാപത്തിന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കരുത്. വളരെ പ്രലോഭനകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, വലിയൊരു പ്രതിസന്ധികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ, ഒത്തിരി തിന്മ നിറഞ്ഞ അന്തരീക്ഷത്തിൽ ശരീരം പാപത്തിന് വേണ്ടി വിട്ടുകൊടുക്കാനുള്ള പ്രലോഭനമുണ്ട്. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുമെന്ന് റോമാക്കാർക്കെതിരെ ലേഖനത്തിൽ പറയുന്നുണ്ട്. ശരീരം പാപത്തിന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കരുത്. അതിന് പ്രിയപ്പെട്ടവരെ, ഒരു വലിയൊരു പ്രാർത്ഥനാ ജീവിതം, അല്ലെങ്കിൽ ഓരോ പാപത്തിൽ നിന്ന് വളരെ അനുതാപത്തോടു കൂടി തിരിച്ചു വന്നിട്ടാണ് പൂർണ്ണമായിട്ട് ഈ പാപത്തിന്റെ പിടിയിൽ നിന്ന് ഒരാത്മാവ് രക്ഷപ്പെടുന്നത്. രണ്ടാമതായിട്ട്, പ്രാർത്ഥനയും ഉപവാസവും വഴി ശരീരത്തെ നിയന്ത്രിക്കാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ഉപവാസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയൻ തന്നെയാണ് ആത്മീയ ജീവിതത്തിൽ. ഉപവാസത്തോടു കൂടിയാണ് ശരീരത്തെ ആക്രമിക്കുന്ന പൈശാചിക ശക്തികൾ വിട്ടുപോകുന്നത്. ഈശോ 40 ദിവസം ഉപവസിച്ച് കഴിയുമ്പോൾ കിട്ടിയ ഒരു ശക്തിയുണ്ട്. ആ ശക്തി കൊണ്ടാണ് പിശാചിന്റെ പ്രലോഭനത്തെ കീഴ്പ്പെടുത്താൻ പറ്റുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു യുദ്ധം ചെയ്യുമ്പോൾ, ഉപവാസവും പരിത്യാഗത്തോടു കൂടി യുദ്ധം ചെയ്യുമ്പോൾ ഉറപ്പാണ് പിശാചിന്റെ പ്രലോഭനങ്ങളെ കീഴ്പ്പെടുത്താനായിട്ട് പറ്റും. അങ്ങനെ കീഴ്പ്പെടുത്താനായിട്ട് പറ്റണമെങ്കിൽ ഉള്ളിൽ അത്രമാത്രം ആത്മീയ ദാഹം നിറയണം പാപത്തെ അതിജീവിക്കാനായിട്ട്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമത്തിലൂടെ തന്നെ തിരിച്ചുവരവ് സംഭവിക്കണം. ഒരുപക്ഷെ ഏറ്റവും വലിയ പരിശ്രമം ഒരു നല്ല കുമ്പസാരത്തിലൂടെ ഇനി എൻ്റെ ശരീരത്തെ വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കും. ഒരുപക്ഷെ പാപത്തിന്റെ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി ജീവിതത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തിയ വ്യക്തിയായിരിക്കും. ഈ ജീവിതത്തിലേക്ക് തിരിച്ചു വരേണ്ടത് ഒരു നല്ല കുമ്പസാരത്തോടെ തീരുമാനമെടുക്കണം. ഇനി എൻ്റെ ജീവിതത്തെ, എൻ്റെ ശരീരത്തെ, എൻ്റെ വികാരങ്ങൾക്ക് അടിമപ്പെട്ട്, പാപത്തിന്റെ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ട് വിശുദ്ധി നഷ്ടപ്പെടുത്തിയാൽ തീരുമാനമെടുത്ത് ഒരു വിശുദ്ധനായിട്ട് ജീവിക്കാൻ ഇന്ന് തന്നെ തീരുമാനമെടുക്കണം. വിശുദ്ധനായിട്ട് ജീവിക്കാൻ തീരുമാനമെടുത്ത ഉറപ്പാ ദൈവത്തിന്റെ ക്രമത്തിന്റെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് ഈ വചന ശുശ്രൂഷ സംബന്ധിക്കുമ്പോൾ വിശുദ്ധിയുടെ ഒരു അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ബലമായിട്ട് മാറട്ടെ. വിശുദ്ധിയുടെ ഒരു ശക്തി ഏറ്റവും വലിയ ആയുധമായിട്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ കൂടെ ഉണ്ടാകട്ടെ. അതുകൊണ്ട് നല്ലൊരു വിശുദ്ധ ജീവിതം നയിക്കാൻ ഈ വചന ശുശ്രൂഷ സംബന്ധിക്കുന്ന നിങ്ങൾക്ക് ശക്തി തരട്ടെ. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശുദ്ധിക്ക് വേണ്ടി ദാഹിച്ച്, വിശുദ്ധി എന്ന പുണ്യം നിറയപ്പെടുന്നതിന് വേണ്ടി, ജ്ഞാനം 6:19 വചനം നിറയപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതാവേ, വിശുദ്ധിയുടെ ഒരു അഭിഷേകം എനിക്ക് നൽകണമേ. 1 തെസ്സലോനിക്കർക്ക് ലേഖനം 4:3-4 വചനങ്ങൾ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, യേശുവേ മഹത്വം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോമിശിഹായെ സ്തുതിക്കട്ടെ.